ടെക്നോളജി അഡ്വാൻസ് ആയതോട് കൂടിയിട്ട് ഒരുപാട് സർജറികൾ ഇന്ന് നമുക്ക് ഓപ്പൺ ചെയ്യാതെ എന്നുവെച്ചാൽ ഓപ്പൺ സർജറി ഇല്ലാതെ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ട്. അത് വളരെ ഫാസ്റ്റ് പേസിലാണ് അതിന്റെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബൈപ്പാസ് സർജറിയാണ് ഇപ്പൊ ഞങ്ങളുടെ കാർഡിയോളജി ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സർജറി, കോമൺ ആയിട്ടുള്ള സർജറി. പക്ഷെ ഇന്ന് ബൈപ്പാസ് സർജറിയുടെ ആവശ്യകത വളരെ 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 കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ബൈപ്പാസ് സർജറി എന്തിനായിരുന്നു ചെയ്തിരുന്നത് വെച്ചാൽ കൂടുതൽ സങ്കീർണമായ ബ്ലോക്കുകളെ ശരിയാക്കുന്നതിനായിരുന്നു ബൈപ്പാസ് സർജറി വന്നിരുന്നത്, ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ കഴിയാത്ത. പക്ഷെ ഇന്ന് ടെക്നോളജി അഡ്വാൻസ്മെന്റ് വന്നതോട് കൂടിയിട്ട് ഒരുപാട് ബ്ലോക്കുകൾ ഇന്ന് നമുക്ക് ബൈപ്പാസ് സർജറി ഇല്ലാതെ തന്നെ പല നൂതന സംവിധാനത്തിൽ കൂടി മാറ്റാൻ പറ്റും. ഈ ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ ഒക്കെ പണ്ട് നമ്മൾ സർജറി ചെയ്തിട്ടാണ് ഇവിടെ വെച്ചിരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് പേസ് മേക്കർ സർജറി ഇല്ലാതെ വെക്കാൻ പറ്റുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു ക്യാപ്സ്യൂളിന്റെ സൈസേ ഉള്ളൂ, ഒരു വലിയ ഒരു വൈറ്റമിൻ ക്യാപ്സ്യൂളിന്റെ സൈസുള്ള ഈ പേസ് മേക്കർ. ഇതിന് 1.2 ഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് ഉള്ളൂ, തീരെ വെയിറ്റ്ലെസ് സാധനമാണ്. ഇത് നമുക്ക് ഇന്ന് സർജറി ഇല്ലാതെ നമ്മുടെ ധമനിയിൽ കൂടി കാലിന്റെ വെയിൻ വഴി കൊണ്ടുപോയി ഹൃദയത്തിന്റെ വലത്തെ ഭാഗത്തുള്ള റൈറ്റ് വെൻട്രിക്കിൾ അറയിൽ ഇത് കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ പറ്റും.